നമസ്കാരം. പാച്ചു എന്ന കഥയുടെ രണ്ടാം ഭാഗം. ശരിക്കും എൻ്റെ പാച്ചു പോയില്ലേ? അല്ലാതെ പിന്നെ നീയല്ലേ പറഞ്ഞത് ആ വണ്ടിയിൽ കൊണ്ടുപോയവരൊക്കെ പിന്നെ വന്നിട്ടില്ല എന്ന്. പാച്ചു ഉണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാനോ കാണാനോ വരില്ലേ? പിന്നെയും ഒരുപാട് നാൾ നീ ആ കൂട്ടത്തിൽ തേണ്ടി നടന്നു. എന്നിട്ടല്ലേ അച്ഛനും അമ്മയും നിന്നെ കണ്ടെത്തിയത്? അതെ, പാച്ചു പോയി. എന്നിട്ട് ഞാൻ ഓരോ വഴിവെക്കിലും അവനെ തേടും. എല്ലാ ഭിക്ഷക്കാരുടെ മുഖത്തേക്കും നോക്കി പാച്ചുവിനെ ഓർക്കും. ഇത് പാച്ചുവാണോ എന്ന് സംശയിച്ചു മടങ്ങും. പെറുക്കിക്കൂട്ടി കിട്ടുന്ന കുപ്പികൾ കൊണ്ട് പാച്ചു താളം വിട്ട് പാട്ട് ഉഗ്രൻ ചില്ലുകുപ്പി കൊണ്ട് ഓർക്കുമ്പോൾ വല്ലാത്ത വേദന കണ്ണ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും തൻ്റെ പാച്ചുവിന് വേണ്ടി കാത്തിരിക്കുന്ന താമരക്കുട്ടി വരില്ല എന്നറിഞ്ഞിട്ടും കണ്ണൻ അവളോട് പറഞ്ഞു. വളർന്നു വന്നപ്പോളാ അന്നത്തെ പാച്ചുവിനോടുള്ള ഇഷ്ടം വിട്ടുകളയാൻ പറ്റാത്ത പ്രേമമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണാ. താമരക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം ഞാൻ. കുറേ കഴിഞ്ഞപ്പോൾ കണ്ണൻ സൗഹൃദത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. കാറിൻ്റെ ഡിക്കിയിൽ വയ്ക്കാം, തൻ്റെ ബാഗിൻ്റെ കൂട്ടത്തിൽ. അവൾ കയ്യിലേന്തി പിടിച്ച ചിത്രം നോക്കി കണ്ണൻ പറഞ്ഞു. വേണ്ട, ഇതെൻ്റെ കയ്യിലിരുന്നോട്ടെ. ഈ ചിത്രത്തിന് കണ്ണൻ്റെ പല നിറത്തിലുള്ള ചായത്തിൻ്റെ നിറമല്ലാട്ടോ, എൻ്റെ പാച്ചുവിൻ്റെ കട്ടച്ചോരയുടെ മണമാ, നിറമാ. ഇതെങ്ങനെ ചെവിയോട് ചേർക്കുമ്പോൾ താമരക്കുട്ടി എന്ന വിളിയും കുപ്പിത്താളങ്ങളും ചെവിയിൽ കടൽ പോലെ അല്ലതല്ല. കണ്ണൻ താമരക്കുട്ടിയുടെ ഇടറിയ വാക്കുകൾ കേട്ട് ആർദ്രമായി പുഞ്ചിരിച്ചു. അവളേക്കാൾ എന്തൊക്കെയോ ഏറെ നഷ്ടമായവനെ പോലെ, ആർക്കും അറിയാത്ത നഷ്ടങ്ങൾ പൂട്ടിവെച്ചവനെ പോലെ ചെറിയ പുഞ്ചിരി. കണ്ണുനീരിൻ്റെ മറയുള്ള ഈറൻ തടഞ്ഞു പിടിച്ച നിഷ്കളങ്കമായ പുഞ്ചിരി പകുത്തു. ഡോർ തുറന്നു കൊടുത്തു കണ്ണൻ നീങ്ങി മാറി. താമരക്കുട്ടി പിൻസീറ്റിലും കണ്ണൻ മുന്നിലും കയറിയിരുന്നു. ഡ്രൈവർ കാർ മുന്നിട്ടെടുത്തു. സുഹൃത്തിൻ്റെ വിവാഹ പാർട്ടിക്ക് എത്തിയതായിരുന്നു രണ്ടുപേരും. ഇനി മടക്കയാത്ര. ഏറെ ദൂരം താണ്ടണം. ഒരു നീണ്ട ഉറക്കത്തിന് പോലും സമയം കളയുവാൻ കഴിയില്ല. എങ്കിലും താമരക്കുട്ടിയുടെ കണ്ണുകൾ കാറ്റിൽ അടഞ്ഞുപോയി. പെട്ടെന്ന് ഉറക്കം വിട്ടവൾ കണ്ണു തുറക്കുമ്പോൾ വടയിൽ പാച്ചുവിൻ്റെ ചിത്രം. കൈവിട്ട് താഴെ വീണോ എന്ന് വിവശമായി ചിന്തിച്ചു. പാച്ചു മടിയിൽ സുരക്ഷിതനാണ്. പെട്ടെന്ന് വഴിയിൽ എവിടെയോ മിന്നായം പോലെ മറഞ്ഞൊരു രൂപം കണ്ടവൾ വണ്ടി നിർത്താൻ അലറി വിളിച്ചു. എന്താ താമരെ? വണ്ടി നിർത്ത് കണ്ണാ, അവിടെ അവിടെ ഒരാൾ ഇരിക്കുന്നു. ആര്? പാച്ചു, തൊണ്ടയിടറി കണ്ടവൾ പറഞ്ഞു. വെറും തോന്നൽ. അത് താൻ ഒരേ കാര്യം തന്നെ ഓർത്തിട്ടുള്ള തോന്നലാണ്. കണ്ണൻ അങ്ങനെ സ്ഥാപിക്കാൻ നോക്കി. സ്വാർത്ഥതയോ അസൂയയോ? അല്ല. കാർ നിർത്തി താമരക്കുട്ടി ആ ചിത്രവും കൊണ്ട് ആവലതയോടെ പിടഞ്ഞിറങ്ങി. ദൂരെ പിറകിലേക്ക് എമ്പാടും നോക്കി. എവിടെ ആരാ? കണ്ണൻ പിറകിൽ നിന്നും ചോദിച്ചു. അവിടെ ദേ പാച്ചു. കണ്ടുപിടിച്ച സന്തോഷത്തോടെ അവൾ ദൂരേക്ക് ഓടി. താമരെ പതുക്കെ, റോഡാണ്, പിറകെ ഓർമ്മിപ്പിച്ചു. കണ്ണനും വേഗത്തിൽ നടന്നു. റോഡരികിൽ കൂട്ടിയ കരിങ്കിൽ ചിതറിപ്പറന്ന കൂട്ടങ്ങൾക്ക് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. മുഷിഞ്ഞ വേഷം, താടിയും മുടിയും വളർന്നിട്ടുണ്ട്. തല താഴ്ത്തി അയാൾ സ്വയം എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ണാ, ഇതെൻ്റെ പാച്ചുവാ. മാറി മാറി ചിത്രത്തിൽ നോക്കി അവൾ താരതമ്യം ചെയ്തു. ഇതേ നോക്ക്, നീയല്ലേ ഇത് വരച്ചത്? ഇതിലേ പോലെ തന്നെ മുടിയും താടിയും നീണ്ടിട്ടുണ്ട്. ആ വ്യത്യാസം അല്ലേ? കണ്ണൻ ചിത്രത്തിലേക്ക് നോക്കി. ശരിയാണ്, ചിത്രത്തിലെ പോലെ തന്നെ അയാൾ. അവൾ ചിത്രം അവിടെ വെച്ചു. അയാളുടെ കൈകളിൽ പിടിച്ചു. പാച്ചു, പാച്ചു, ഇത് ഞാനാ, താമരക്കുട്ടി. അവൾ അയാളെ പിടിച്ചു കുലുക്കി. എന്നിട്ട് ഭ്രാന്തിയെപ്പോലെ നോക്കി. അയാൾ മുഖം വെട്ടിച്ചവളെ നോക്കി കൺചിമ്മി. എന്താ കണ്ണാ നിനക്ക് സംശയം? മുഖം ഉയർത്തി അവൾ കണ്ണനെ നോക്കി ചോദിച്ചു. എന്നിട്ട് അയാളുടെ മുഷിന ഷർട്ട് ഉയർത്തി വയറിലേക്ക് നോക്കി. പണ്ടത്തെ ആ കുടവയർ അല്പം ഒന്നൊട്ടിപ്പോയി. മുറിവുകൾ കാണുന്നില്ല. അവൾ എന്തോ സ്വയം ആശ്വസിച്ചു. എന്നിട്ട് കണ്ണനെ നോക്കി പറഞ്ഞു. ഇത് പാച്ചുവാ, എനിക്ക് ഉറപ്പാ. പാച്ചു, നീ മരിച്ചിട്ടില്ല. ഇത് ഞാനാ, താമര. ആംഗ്യത്തിൽ അവൾ അണച്ചുകൊണ്ട് പറഞ്ഞു. ആകെ വെട്ടി വീർത്ത് പോരുന്നവൾ. അവൾ എന്തോ പെട്ടെന്ന് ഓർത്തവണ്ണം പ്രതിമ പോലെ നിന്നു. പെട്ടെന്ന് താമരക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. തലയിൽ തലോടുമ്പോൾ വലിയൊരു മുറിവിൽ അവളുടെ കൈ ഉടക്കി നിന്നു. അന്ന് കൊണ്ടുപോയ പാച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കണം. അപ്പോൾ സമ്മാനിച്ച ഈ മുറിവിൽ ആയിരിക്കും പാച്ചുവിന് ഓർമ്മകൾ നിറച്ചത്. ഓർമ്മകളിലെ ഓർമ്മകളിൽ പാച്ചുവിൻ്റെ കൊട്ടും പാട്ടുമാണ് തുണയായി നിന്നത്. മുഷിനാറിയ വികൃതമായ പാച്ചുവിനെ ഒരല്പം പോലും മടികൂടാതെ അവൾ ഉണർന്നു. താഴെ വച്ച് ചിത്രമെടുത്തു താമര പാച്ചുവിനെ കാണിച്ചു കൊടുത്തു. കണ്ണൻ വരച്ചതാണെന്ന് ആനന്ദത്തോടെ പറഞ്ഞു. പാച്ചു ആ ചിത്രത്തിലേക്കും കണ്ണൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി.